എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ നിമിഷം നിങ്ങളോട് ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ്, അതായത് ഈശ്വരൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്തൊക്കെയാണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ കാർഡ്സും യൂസ് ചെയ്യുന്നുണ്ട്, കുറച്ച് മെസ്സേജസും യൂസ് ചെയ്യുന്നുണ്ട്, വളരെ കുറച്ച് മെസ്സേജസും യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ഇപ്പോൾ ഈ ഒരു നിമിഷം ദൈവം എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം. ഇതിൽ എന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കുക. അപ്പോൾ എല്ലാവരും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ റീഡിംഗ് കാണുക. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലെയുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. ദൈവം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങൾ എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കഴിയുമോ എന്നുള്ള ചിന്തയിലാണ് നിങ്ങൾ. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയുമോ എന്നുള്ള ചിന്തയിലായിരിക്കാം നിങ്ങളിപ്പോൾ ഉള്ളത്. നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് നേടിയെടുക്കണമെന്ന് വളരെയധികം, അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് നിങ്ങൾക്ക്. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ള ചിന്തയിലായിരിക്കാം നിങ്ങൾ. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് ആരുടെയെങ്കിലും മോട്ടിവേഷൻ ആവശ്യമാണ്. ആരുടെയെങ്കിലും മോട്ടിവേഷൻ ആവശ്യമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അതല്ലാതെ നിങ്ങളുടെ കൂടെയുള്ളവർ, അതായത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ആഗ്രഹങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇനിയും ഒരു മോട്ടിവേഷൻ, കുറച്ചുകൂടി എനിക്കൊരു മോട്ടിവേഷൻ വേണം, കുറച്ചുകൂടി എനിക്കൊരു സപ്പോർട്ട് വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഒത്തിരി ആഗ്രഹങ്ങളുള്ള ആളുകളാണ്, ഒത്തിരി സ്വപ്നങ്ങളുള്ള ആളുകളാണ് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. എനിക്കിവിടെ പ്രധാനമായിട്ടും മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ കരിയറിലാണ് ഇപ്പോൾ കൂടുതലായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതായത് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു സ്റ്റെബിലിറ്റി എത്രയും പെട്ടെന്ന് ലഭിക്കും എന്ന് നിങ്ങളോട് പറയാൻ ഈശ്വരൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ കൂടി അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾ കൂടുതലായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നിങ്ങളുടെ കരിയറിലാണ്. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിലും ഒരു സ്റ്റെബിലിറ്റി എപ്പോഴും ഉണ്ടായിരിക്കണം. ജീവിതത്തിലും കരിയറിലും ഒരു സ്റ്റെബിലിറ്റി എപ്പോഴും ഉണ്ടായിരിക്കണം. അത് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കണമെങ്കിൽ നിങ്ങൾ കൂടി ശ്രമിക്കണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾ കരിയറിൽ മാത്രം ശ്രദ്ധിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് കൂടി പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ്. നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾക്കതിന് സാധിക്കുന്നുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഇനി അതിന് സാധിക്കും. പക്ഷേ നിങ്ങൾ കുറച്ചെങ്കിലും അതിനു വേണ്ടി ശ്രമിക്കണം. എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിലും അതേപോലെ നിങ്ങളുടെ കരിയറിലും ലഭിക്കുമെന്നുള്ളതാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതുപോലെ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടല്ലോ, ചെറിയ കാര്യങ്ങളായിരിക്കാം. പക്ഷെ അത് ചെയ്യുമ്പോൾ, ആ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ചെറിയ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്യുമ്പോൾ സന്തോഷം ലഭിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, ആ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് സമയം മാറ്റിവെക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ വളരെ ഇഷ്ടമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിനു വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക. മേ ബി അതായിരിക്കാം നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി, ചിലപ്പോൾ അതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചിത്രം വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. ഒന്നുകിൽ നിങ്ങൾ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്നവരായിരിക്കാം, നിങ്ങളുടെ ജോലി തന്നെ അതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ ഇഷ്ടമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, വലിയ കാര്യങ്ങളായിക്കോട്ടെ, അതിനു വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക. നിങ്ങളുടെ കരിയറിൽ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക.
അതായത് നിങ്ങൾ നിങ്ങളുടെ കരിയറിന് പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ചെറിയ ഇഷ്ടങ്ങൾക്ക് വേണ്ടി കൂടി കുറച്ച് സമയം മാറ്റിവെക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ശ്രദ്ധിക്കരുത് എന്നല്ല പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ശ്രദ്ധിക്കുന്നുണ്ട്, അത് വളരെ നല്ല കാര്യമാണ്, ഇനിയും അതുപോലെ ശ്രദ്ധിക്കുക. പക്ഷേ എപ്പോഴും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് മറക്കരുത് എന്ന് നിങ്ങളോട് ദൈവം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ, ചെറിയ ഇഷ്ടങ്ങൾ, അതായത് നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ ഇഷ്ടമാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ ഇഷ്ടമാണെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ കുറച്ച് സമയം മാറ്റിവെക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ പകൽക്കിനാവ് കാണുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കാം പകൽക്കിനാവ് കാണുക എന്നുള്ളത്, അതായത് ഡേ ഡ്രീമിങ് ചെയ്യുക എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, അതായത് പകൽക്കിനാവ് കാണാൻ നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ ഓക്കെ, അങ്ങനെ കണ്ടോളൂ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് സ്വപ്നങ്ങൾ കാണാൻ ഇഷ്ടമാണ്, പകൽക്കിനാവ് കാണാൻ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, അത് കുഴപ്പമൊന്നുമില്ല. മേ ബി നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഞാൻ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. അതായത് മേ ബി ഒരുപാട് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ പകൽക്കിനാവ് കാണുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഞാൻ എന്തിനാണ് ഇങ്ങനെ ഡേ ഡ്രീമിങ് ചെയ്യുന്നതെന്ന്. അതങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. മറ്റുള്ള കാര്യങ്ങൾക്കും നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ കരിയറിനും നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ നല്ല നല്ല കാര്യങ്ങൾക്കും നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ഇതാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, അത് തെറ്റൊന്നുമല്ല. പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് പകൽക്കിനാവിൻ്റെ കാര്യം അല്ല ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ചിന്തിക്കുമ്പോൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. എപ്പോഴും അതിന് കഴിഞ്ഞെന്ന് വരില്ല, പക്ഷേ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതാണ് ദൈവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, മേ ബി നിങ്ങളൊരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിൽ, നിങ്ങളിപ്പോൾ ആ പേഴ്സണോട് സംസാരിക്കാത്തത് കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതോർത്ത് നിങ്ങൾ ഒരുപാട് വിഷമിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. ആ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കരുതെന്നല്ല, അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനെക്കുറിച്ച് ചിന്തിക്കരുതെന്നല്ല, പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാതിരിക്കുക എന്നാണ് ദൈവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് പൂക്കളൊക്കെ ഒരുപാട് ഇഷ്ടമാണോ? ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പൂക്കൾ ഒരുപാട് ഇഷ്ടമാണ്, അല്ലെങ്കിൽ പൂക്കളുടെ ചിത്രം വരയ്ക്കാൻ ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യുക കേട്ടോ. മേ ബി ആരെങ്കിലും ഈ ഒരു സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ റീഡിംഗ് കാണുന്ന സമയത്ത് ആരെങ്കിലും പൂക്കളുടെ ചിത്രം വരച്ചിട്ടുണ്ടായിരിക്കാം. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ല, അതിനു മുൻപ് പൂക്കളുടെ ചിത്രം വരച്ചിട്ടുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. ഒരുപാട് പൂക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പൂക്കളെ ഒത്തിരി ഇഷ്ടമായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പൂക്കളുടെ എനർജി എനിക്കിവിടെ വളരെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. മേ ബി ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ പൂക്കളുടെ ചിത്രം ഒത്തിരി വരച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ റീഡിംഗ് കാണുന്നതിന് മുൻപ് നിങ്ങൾ പൂക്കളുടെ ചിത്രം വരയ്ക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വരച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വരയ്ക്കാൻ പോകുന്നുണ്ടായിരിക്കാം. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റീഡിംഗ് കാണുന്ന എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് റെസനേറ്റ് ആവണമെന്നില്ല. പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിൽ മേ ബി നിങ്ങൾ ആ പേഴ്സണെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സ്വപ്നം കാണാറുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. മേ ബി നിങ്ങൾ ആ പേഴ്സണെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്വപ്നം കാണാറുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു മെസ്സേജ് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. മേ ബി നിങ്ങൾ നിങ്ങളുടെ വിവാഹത്തിനായിട്ട് കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ വിവാഹം നടക്കുന്നതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്കിപ്പോൾ വിവാഹം, മേ ബി നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ വിവാഹം നടക്കാനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം.
ദൈവം നിങ്ങളോടിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെപ്പോഴും സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മുഖത്ത് എപ്പോഴും ഒരു ചിരി ഉണ്ടായിരിക്കണം. നിങ്ങളെപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളും അത് തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത് അല്ലേ? എല്ലാവരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കണം എന്നായിരിക്കും ആഗ്രഹം അല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നടക്കും. അതിനുവേണ്ടി നിങ്ങൾ കൂടെ ശ്രമിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നടക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുമെന്ന്. സ്വപ്നങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നാൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എല്ലാം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കണം, സന്തോഷമായിട്ടിരിക്കണം എന്നാണ് ദൈവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.